ഹലോ എവരി വൺ. ഇപ്പോൾ എക്സാമിനേഷൻ്റെ ടൈം അടുത്ത് നിൽക്കുകയാണ് അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ ബുക്ക് തുറന്ന് നോക്കുന്ന സമയമാണിത്. പലരും അടച്ചു വെച്ചിരുന്ന ബുക്കൊക്കെ ഇപ്പോൾ പൊടി തട്ടി എടുത്ത് കാണും. പക്ഷെ ഈ സമയത്താണ് നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാകുന്നത്. എവിടുന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം, നമ്മൾ കണ്ണ് അമ്പരന്നിരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ഏത്, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. എല്ലാം പഠിച്ച് സെറ്റാണെങ്കിൽ ഓക്കെയാണ്. അതർവൈസ് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ബോട്ടണിയിൽ അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് തുടക്കം, ബയോളജിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ അവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോട്ടണിയിൽ ഏകദേശം എല്ലാ ചാപ്റ്ററിനും ഈക്വൽ വെയിറ്റേജ് ആണ്. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് നമുക്കറിയാം നമുക്ക് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതിലാകെ 5 ചാപ്റ്റേഴ്സ് ബോട്ടണിയിൽ വരുന്നുള്ളൂ. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിന് മാത്രം 7 മാർക്കും ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും 8 മാർക്കിൻ്റെയുമാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ബയോടെക്നോളജി ആയാലും അതിൻ്റെ ആപ്ലിക്കേഷൻ ആയാലും ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ആയാലും എല്ലാ ചാപ്റ്ററിൽ നിന്നും 8 മാർക്ക് വെച്ച് നിങ്ങൾക്ക് ചോദിക്കും. അതേസമയം എക്കോസിസ്റ്റത്തിൽ നിന്നും 7 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വെയിറ്റേജ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് +2 ബോട്ടണിയുടെ കേസാണ്. ഇനി ഓഫ് കോഴ്സ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുവോളജി. പലർക്കും സുവോളജിയാണ് ഒരല്പം കട്ടി എന്ന് പറയാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിനകത്ത് 8 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിൽ അതിലെ രാജാവ് എന്ന് പറയുന്നത് സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ, ആ 8 മാർക്കുള്ള ചാപ്റ്റർ, അത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അടിച്ചു പൊളിച്ച് പഠിക്കുന്ന ആ ചാപ്റ്റർ. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് ചോദ്യം വരുന്നത് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. എന്നാൽ തൊട്ട് താഴെ അതിൻ്റെ പിതാമഹനായിട്ടുള്ള അത് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ആ ചാപ്റ്ററിൽ നിന്നും 7 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി 6 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസും അതുപോലെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും. ഇതിൽ നിന്നെല്ലാം ഒരു 6 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി എവല്യൂഷനിൽ നിന്നും ഒരു 4 മാർക്കും പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതുപോലെ തന്നെ ബയോഡൈവേഴ്സിൽ നിന്നും 3 മാർക്ക് വെച്ചിട്ടായിരിക്കും സാധാരണ ചോദിക്കാറുള്ളത്. ഏറ്റവും വെയിറ്റേജ് കുറവ് വരുന്നത് ഏറ്റവും ചെറിയ ചാപ്റ്റർ ആയിട്ടുള്ള മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. സോ അതിന് ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വെയിറ്റേജ് വരുന്നത്. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്? ഓഫ് കോഴ്സ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നമ്മുടെ ജെനറ്റിക്സിന് തന്നെയാണ്. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സ് നല്ലോണം കട്ടയ്ക്ക് പഠിച്ചെടുത്താൽ തന്നെ 15 മാർക്കായി. അതുപോലെ തന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കൂടി പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് 21 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ എന്തായാലും നിങ്ങളുടെ പഠനം നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിന് തന്നെ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ആദ്യം ഫിനിഷ് ചെയ്താൽ നമുക്കൊരു സമാധാനമുണ്ട്. സോ നന്നായിട്ട് പഠിക്കൂ, നല്ല രീതിയിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഫുൾ സപ്പോർട്ടായിട്ട് സൈലം ഉണ്ടാവും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.